വളരെയധികം ആരോഗ്യവതിയായിരുന്ന ജാനകിയമ്മയെ ഏറ്റവും കൂടുതൽ തകർത്തിയത് തൻ്റെ മകൻ്റെ മരണമായിരുന്നു. ഈയിടയ്ക്കായിരുന്നു മകൻ്റെ മരണം കൂടി സംഭവിച്ചത്. അതിനു മുൻപ് വരെയും വളരെയധികം ശക്തിയായി എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്ന ജാനകിയമ്മ അവസാനമായി എല്ലാവരോടും പറയാൻ തുടങ്ങിയത് മകൻ്റെ വിഷമത്തെക്കുറിച്ചായിരുന്നു. അതോടെ പ്രേക്ഷകരെല്ലാവരും ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗായിക ശ്വേതയും അതുപോലെ സുജാതയും പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സുജാതയും ശ്വേതയും ഒക്കെ കഴിഞ്ഞ ഒരു വർഷമായി ജാനകിയമ്മയുമായി അത്ര അടുപ്പത്തിൽ എന്നും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്വേതയുമായിട്ടാണ് ജാനകിയമ്മ കൂടുതലും സംസാരിക്കുന്നതെന്നാണ് സുജാത പറഞ്ഞത്. സുജാത പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത് നന്നായി അറിയുകയും ചെയ്യാം. പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. ജാനകിയമ്മയെ സംബന്ധിച്ച് എല്ലാ ഗായികമാരും തൻ്റെ മക്കളെപ്പോലെ തന്നെയായിരുന്നു. തൻ്റെ മകൻ മരിച്ചതോടെ തന്നെ തനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് ജാനകിയമ്മയുടെ ഓരോ വാക്കുകളിലൂടെയും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ജാനകിയമ്മയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുമെന്നാണ് എല്ലാവരും പറയുന്നത്. മകൻ മരിച്ചതോടെ തന്നെ വിഷമങ്ങൾ ഏറിയിരുന്നു. ഒരുപാട് സങ്കടങ്ങൾ തട്ടിയിരുന്നു എന്ന് മനസ്സിലാകുന്നു. അതോടെ പ്രേക്ഷകരും വളരെയധികം സങ്കടത്തോടെയാണ് ഇപ്പോൾ ജാനകിയമ്മയുടെ ഓരോ വാർത്തകളും കേൾക്കുന്നത്. ജാനകിയമ്മയുടെ അവസാന ആഗ്രഹം തന്നെയായിരുന്നു മകനോടൊപ്പം ഒരുപാട് നാളുകൾ ജീവിക്കണമെന്നത്. താൻ ജീവിച്ചിരിക്കെ അവൻ പോയത് എന്തിനാണ് എന്ന് പലപ്പോഴും പലരോടും ചോദിച്ചിരുന്നു. എനിക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവൻ പോയതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എന്തിനാണ് ദൈവം നേരത്തെ കൊണ്ടുപോയത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ മരിക്കുക എന്നത് വളരെയധികം സങ്കടമുള്ള കാര്യമല്ലേ? ഇതായിരുന്നു സുജാതയോട് തുടരെ പറഞ്ഞിരുന്നത്. മകൻ മരിച്ചതിന് ശേഷം എപ്പോഴും ജാനകിയമ്മ ഇത് തന്നെയാണ് പറഞ്ഞത്. അതിനു മുൻപ് വരെയും വളരെയധികം ആരോഗ്യത്തോടെ ഇരുന്ന വ്യക്തിയാണ് ജാനകിയമ്മ. മകൻ്റെ മരണമാണ് ജാനകിയമ്മ ഏറ്റവും കൂടുതൽ തകർത്തത്. എനിക്കിനി നിൽക്കണ്ട, മകൻ പോയിടത്തേക്ക് എനിക്കിനും പോകണം, എനിക്ക് മകൻ്റെ അരികിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു എപ്പോഴും ജാനകിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം സങ്കടത്തോടെയായിരുന്നു ജാനകിയമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്. പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത കാണുകയും ചെയ്യുന്നു. ജാനകിയമ്മയുടെ വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുമ്പോൾ സുജാത കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണിത്. മകനെക്കുറിച്ചായിരുന്നു എപ്പോഴും ആ അമ്മയ്ക്കൊരു ചിന്ത. തൻ്റെ മകൻ എവിടെയാണെന്നും എന്താണെന്നും ഒക്കെയായിരുന്നു എപ്പോഴും ആദ്യമുള്ള ചിന്ത. മരിച്ചതിന് ശേഷം തൻ്റെ മകൻ ഇപ്പോൾ ഇല്ല എന്നത് അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതോടൊപ്പം പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തയെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്കുള്ള സ്നേഹം അതുപോലെ തന്നെ ജാനകിയമ്മയുടെ മനസ്സിൽ കാണാനും സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ടെന്നും ജാനകിയമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നും അവർ വാക്കുകളിൽ കൂട്ടിച്ചേർക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകൾ എഴുതിക്കുന്നതും മനസ്സിലാവുകയും ചെയ്യുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.